നിക്ഷേപ സമാഹരണവുമായി വിവാദത്തിലായി കരുവന്നൂർ സഹകരണ ബാങ്ക്. 1000 പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങി. ബാങ്കിനെ തിരിച്ചുവരവിൻ്റെ പാതയിലെത്തിക്കാനുള്ള നീക്കമെന്ന് ഭരണസമിതി പറയുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ഈ ബാങ്കിൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ ആദ്യം ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന് കഴിഞ്ഞോ? ആ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈ നിക്ഷേപ സഹകരണവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം എന്നാണ് ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തന്നെ അറിയിക്കുന്നത്. 1000 പേരിൽ നിന്നായി 1 കോടി രൂപ സമാഹരിക്കുക എന്നുള്ളതാണ് ബാങ്ക് ലക്ഷ്യം വെക്കുന്നത്. ഈ 1 കോടി രൂപ എന്നുള്ളതല്ല അവർ കണക്കാക്കുന്നത്, പകരം 1000 പേരിൽ നിന്ന് ആ വിശ്വാസ്യത ആർജിച്ചെടുക്കുക. 1000 പേരുടെ നിക്ഷേപം ബാങ്കിൽ എത്തുമ്പോൾ കൂടുതൽ വിശ്വാസ്യതയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ബാങ്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ 3.5 കോടി രൂപ ഒരു മാസം ഈ ബാങ്കിന് വായ്പാ ഇനത്തിൽ തിരിച്ചടവായി എത്തുന്നുണ്ട്. പക്ഷേ ആ തുകയെല്ലാം തന്നെ ഈ നിക്ഷേപകർ തിരികെ വാങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ പ്രവർത്തനം തീർത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിക്ഷേപ സമാഹരണം അടക്കം നടത്താനുള്ള നീക്കമെന്നുള്ളതാണ് ബാങ്ക് പറയുന്നത്. നേരത്തെ ഈ സ്വർണ്ണ വായ്പ അടക്കം നടത്തിയിരുന്നത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലടക്കം വലിയ രീതിയിൽ ഇപ്പോഴും ഒരു സുഗമമായ രീതിയിലേക്ക് ഈ ദൈനംദിന പ്രവർത്തനം പോലും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 1000 പേരിൽ നിന്ന് നിക്ഷേപ സമാഹരണം നടത്തുക, ആ തുക ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസ്യത ആർജിക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ വായ്പകൾ അടക്കം നൽകുന്ന നടപടികളിലേക്ക് കടന്ന് ബാങ്കിനെ പഴയ ഒരു പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.